നമുക്കിന്നൊരു സാമ്പാർ കൂട്ട് അൺബോക്സിങ് ചെയ്താലോ? നമ്മൾ കടയിൽ നിന്നൊരു 150 രൂപയ്ക്ക് ഒരു സാമ്പാർ കൂട്ട് വാങ്ങിച്ചതാണിത്. അതിന് ഫ്രണ്ടിലിരിക്കുന്ന തക്കാളിയാണ്. തക്കാളി ഒരു 6-7 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല തക്കാളിയാണ് കിട്ടിയത്. കുറച്ച് പയറുകൾ കിട്ടിയിട്ടുണ്ട്. പച്ചപ്പയറാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പയറാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ബീൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുരിങ്ങക്കോല് കിട്ടിയിട്ടുണ്ട്. രണ്ട് മുരിങ്ങക്കോലാണത് വെട്ടി നുറുക്കി ഇങ്ങനെ തന്നിട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ബീൻസിൻ്റെ കുറേ വിത്തുകൾ നമ്മൾ അടിയിൽ കിടക്കുമായിരുന്നു, നമ്മൾ കണ്ടില്ല. അതൊക്കെ എടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. നല്ല ക്യാരറ്റ് 3 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അടിപൊളി ക്യാരറ്റായിരുന്നു. പിന്നെ ഇത് നമുക്ക് കുമ്പളങ്ങ, ഇതും കുമ്പളങ്ങ പോലത്തെ ഒരു സാധനം തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് വെള്ളരിക്കയാണ്, നമ്മൾ മോര് കാച്ചാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മത്തങ്ങയാണിത്. ഒരു പകുതിയല്ല, ഒരു 1/4 ഭാഗം മത്തങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മത്തങ്ങയായിരുന്നു. 2 കായ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെണ്ടയ്ക്കയാണ് ഇനി ഉണ്ടായിരുന്നത്. നല്ല വെണ്ടയ്ക്കയായിരുന്നു. മൂത്ത് മുറിച്ചതൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വെണ്ടയ്ക്ക നമുക്ക് കിട്ടി. സാമ്പാർ കൂട്ടിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പക്ഷെ നമുക്ക് കിട്ടിയൊരു സാധനമുണ്ട്. ചീഞ്ഞളിഞ്ഞ ബീറ്റ്റൂട്ട്. ഒരു ചീഞ്ഞ ബീറ്റ്റൂട്ടായിരുന്നു. പക്ഷെ അത് നമ്മളെ ചതിച്ചതാണ് കേട്ടോ. കണ്ടോ, അതിൻ്റെ അകം എല്ലാം ചീഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2-3 വഴുതനങ്ങ, 2-3 അല്ല, ഒരു 5-6 എണ്ണം കിട്ടിയായിരുന്നു. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോഴാണ് വഴുതനങ്ങ അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ കുറച്ച് ലേഡീസ് ഫിംഗർ നമുക്ക് മാറ്റി വെക്കാതെ. നമുക്ക് പിന്നെ കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. കോവയ്ക്ക പക്ഷേ പഴുത്ത കോവയ്ക്കയാണ് കേട്ടോ. അത്യാവശ്യം പഴുത്തിരിക്കുന്നിട്ട് സാമ്പാറിനകത്തൊക്കെ ഇടാൻ വേണമെന്നുണ്ടെങ്കിൽ. 2 സവോള, അത് അത്യാവശ്യം മുഴുപ്പുള്ള 2-3 സവോളയാണ് കിട്ടിയത്. അത്യാവശ്യം വലുതാണ്. നമ്മൾ ഒരു കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കാൻ തോന്നുന്നു, 1-2 കറിക്ക്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. 3 ഉരുളക്കിഴങ്ങുമാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ചേട്ടൻ ആവശ്യത്തിന് വാരിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ ഉണ്ടായിരുന്നു പച്ചമുളക്. നമുക്ക് എല്ലാ കറികൾക്കും യൂസ് ചെയ്യാം എന്നുള്ള രീതിക്കും കണ്ട് മൂപ്പര് നമുക്ക് കുറേ പച്ചമുളക് തന്നിട്ടുണ്ട്. പിന്നെ കുറേ ചുവന്നുള്ളിയൊക്കെ ഇഷ്ടം പോലെ തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ആകെക്കൂടി നമുക്ക് ചീഞ്ഞതെന്ന് പറയാൻ കിട്ടിയത് ബീറ്റ്റൂട്ട് മാത്രമേ നമുക്ക് അത്യാവശ്യം ചീഞ്ഞതായി കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ലതാണ്. കണ്ടോ, ഇന്ന് നമുക്കൊരു സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കാം. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അച്ചിങ്ങ മെഴുക്കുവരട്ടി വെക്കാനും, അച്ചിങ്ങ തോരൻ വെക്കാനും, ബീൻസ് തോരൻ വെക്കാനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ.